പാലക്കാട് ധോണിയിൽ വീണ്ടും പുലി ഇറങ്ങിയെന്ന് നാട്ടുകാർ. ധോണി പെരുന്തുരുത്തിക്കളത്തിന് സമീപം പുലിയെ കണ്ടെന്നാണ് പ്രദേശവാസിയായ രമേശ് പറയുന്നത്. RRT സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. അടിക്കാട് വെട്ടി ആദ്യം വൃത്തിയാക്കാനുള്ള സംവിധാനം ഇവിടുന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞ് എല്ലാ തോട്ടത്തിൻ്റെ ആൾക്കാരടുത്തും സംസാരിച്ചിട്ട് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ആൾക്കാർ പറയണം. ഒന്ന്, രണ്ടാമത് ഈ ഫോറസ്റ്റുകാർ ഈ പുലി വരുന്നു അല്ലെങ്കിൽ അവരിനെ നമ്മൾ കുറ്റം ചീത്ത പറയാനും വിചാരിച്ചിട്ട് കാര്യമില്ല അവർ. പക്ഷേ ഈ പുലിനെയും കൊണ്ട് ഇപ്പോൾ 2-3 പ്രാവശ്യം അടുപ്പിച്ച് പുലി വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതിനെന്തെങ്കിലും ശാശ്വത പരിഹാരം ഉടനടി കാണണം. ഇത് പഞ്ചായത്തും മറ്റേ ഫോറസ്റ്റ് RRT ടീമായാലും ശരി, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആരായാലും ഇതിനുള്ള പെട്ടെന്ന് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണുന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, ഈ വന്യമൃഗങ്ങളുടെ ശല്യം കൂടുതലുള്ള ഒരു ഇടമാണ്. ഇപ്പോൾ കാട്ടാനയായിരുന്നു ഒരിടയ്ക്കെങ്കിൽ ഇപ്പോൾ പുലിയായിരിക്കുന്നു സ്ഥിരമായി പ്രശ്നം. ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്മിത, ഇന്ന് രാത്രി 9 മണിയോടുകൂടിയാണ് ധോണി പെരുന്തുരുത്തിക്കളം എന്ന പ്രദേശത്ത് പുലിയെ കണ്ടെത്തിയത്. രമേശ് എന്നയാളാണ് പുലിയെ കണ്ടത്. ഇദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു ശബ്ദം കേൾക്കുകയും തുടർന്ന് ഈ പുലിയെ കാണുകയുമായിരുന്നു. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. RRT സംഘം സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകൾക്ക് സമാനമായ ചില കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞതിന് അപ്പുറത്തേക്ക് പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ധോണി എന്ന് പറയുമ്പോൾ PT7 എന്ന കൊമ്പൻ മാസങ്ങളോളം ആളുകളുടെ ഉറക്കം കെടുത്തിയ ഒരു നാടാണ്. PT7 പിടിയിലായതിന് പിന്നാലെ നിരവധി കൊമ്പന്മാർ ഈ മേഖലയിൽ ഇറങ്ങി കൃഷിയൊക്കെ നശിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുലിയുടെ സാന്നിധ്യം കൂടി ഇവിടെ ഉണ്ടാകുന്നത്. ഈ മേഖലകളിൽ അടിക്കാടൊക്കെ വെട്ടി കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങൾ വൃത്തിയാക്കാൻ പഞ്ചായത്ത് അധികൃതരടക്കം തയ്യാറാകണം. കുട്ടികൾക്കടക്കം വൈകുന്നേരമാകുന്നതോടുകൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് ഭീഷണി സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നൊക്കെയാണ് പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് വനംവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യമാണെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സ്മിത, ശരി. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.